ഹായ് ഫ്രണ്ട്സ് ഇട്ട് പോവാം. നമ്മൾ മിയാവ് ആരാ ഷുഗ, നിനക്ക് ആരാ ഇഷ്ടപ്പെട്ടു? ഇനി മിയാവ് ഫോട്ടോ നോക്കൂ, ഷുഗ എന്നാ മനസ്സിലായി. ഓ, ഇവനാണ് ഷുഗ. കുറച്ച് നമ്മുടെ മാതിരി ഉണ്ടല്ലോ, ഒരു വലിയ ഹ്യൂമനായിട്ടാ. ഇനി മിയാവ് ഓർക്കായിരുന്നു. ഇല്ലല്ലോ ചേച്ചി, അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. മിയാവ് നിൽക്കുകയാണെങ്കിൽ ശരി ശരി, ഇവൻ ആരാണ് കണ്ടുപിടിക്കണം. മിയാവ്, അതെ മിയാവ് പറഞ്ഞ ഒരു പ്രിൻസ് മിയാവ്. മിയാവ് ബാക്കിയവരോടെല്ലാം ചോദിച്ചായിരുന്നു. ഓക്കെ, ഇവൻ ആരാ? പിന്നെ കമ്പ്യൂട്ടറിൽ പറ്റിയിട്ട് മിയാവ് നോക്കായിരുന്നു. ഓ, നീ ഒരു ഐഡിയൽ മിയാവാണോ എന്ന് മിയാവ് പറയായിരുന്നു. ഇവനൊരു ഐഡിയലാണോ? ശരി ശരി, ഇവൻ എവിടക്കര വരുന്നു? മിയാവുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. മിയാവുക്ക് നിറയെ സൂപ്പർ പവർ ഉണ്ട്. മിയാവുക്ക്, അതെ മിയാവുക്ക് എല്ലാത്തിലും സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെ മിയാവ് ഹീറോയി കോളേജിലേക്ക് പോയിരുന്നു. മിയാവ് മിയാവ് എന്ന് മിയാവും പുറകിൽ ഹീറോയിൻ്റെ പുറകിലോടായിരുന്നു. മിയാവ്, എന്താ മിയാവും? ആ മിയാവ് മിയാവ് എന്ന് മിയാവ് ഹീറോയിൻ്റെ പുറകിൽ വന്നായിരുന്നു. അങ്ങനെ മിയാവ് മിയാവുക്ക് ഒരു ന്യൂസ് കിട്ടിയായിരുന്നു. അങ്ങനെ മിയാവ് ഇവരെങ്ങനെ വെളിയിൽ കൊണ്ടുവരാമെന്ന് പ്ലാൻ ചെയ്ത് ഓക്കെ ട്രിപ്പ് മിയാവ് മിയാവ് എന്ന് പറയുന്നു. ഹീറോയുടെ ഫ്രണ്ട് ഇങ്ങനെ ഇങ്ങനെ ഐഡിൽ ഇങ്ങനെ ഓറ് വരാൻ പോകുന്നു. ഫ്രണ്ട് പറയുന്നു, മച്ചി ഷുഗർ വരാൻ പോവാ. അങ്ങനെ ഹീറോയിൻ്റെ പറയുന്ന ഫ്രണ്ട് അങ്ങനെ കോളേജിലേക്ക് പോകാൻ പറഞ്ഞു. ഹീറോയി കോളേജിലേക്ക് പോവാം. കോളേജിലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ കോളേജിലാണ് വരുന്നത്. മിയാവ് ഒരു പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ കോളേജൊക്കെ വരുന്നത് ശരി ഓക്കെ. ഹീറോയി കോളേജിലേക്ക് പോയായിരുന്നു. മിയാവ് ആരും ശുദ്ധിയില്ലാതെ വണ്ടിയിൽ കയറിയായിരുന്നു. ഹീറോയി കോളേജിൽ കയറായിരുന്നു. ഷുഗർ വരായിരുന്നു. എപ്പോൾ ഇവന് വരാമെന്ന് മിയാവ് കാക്കായിരുന്നു. അപ്പോൾ ഷുഗർ കാറിൽ ഇറങ്ങിയായിരുന്നു. ഷുഗറിനെ കണ്ടുപിടിച്ചു. അങ്ങനെ ഷുഗർ ലാസ്റ്റാണ് ഷുഗർ ഇറങ്ങിയത്. ഷുഗർ ഇറങ്ങി പോകുമ്പോൾ ഷുഗറെ മേലെ തുള്ളി ഷുഗർ ആളുടെ മിയാവ് എന്ന് ഷുഗറെ പിടിച്ച് കൊഞ്ചം തുടങ്ങിയാണ്. ജിമ്മിൽ നോക്കി തിരിഞ്ഞു നോക്കുക. ഷുഗർ 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 നോക്കുക, എന്താ ഇവിടെ നടക്കുന്ന? ഷുഗർ നോക്കുക, ഒരു പൂച്ചാണ്. വാവ്, ക്യൂട്ട് ക്യാറ്റ്. ഇത് ഷുഗർ പിടിച്ചായിരുന്നു. ഷുഗർ പിടിച്ച് കാണാൻ ബ്യൂട്ടിഫുൾ ആണോ? മിയാവ് മിയാവ് എന്ന് ഷുഗർ പിടിച്ച് കൊഞ്ചം തുടങ്ങി. ആഹാ, നീയാണോ? ശരി ശരി, നിനക്കും. ഓ നീയോ? ഓ ഓക്കെ, നിനക്ക് അവൾക്ക് കറക്റ്റ് ചെയ്യാം. ഓക്കെ, നിനക്ക് വൈഫൊന്നുമില്ല, ഗേൾ ഫ്രണ്ടും ഇല്ല. അങ്ങനെ മിയാവ് മിയാവ് പിടിച്ചവന് മിയാവുക്ക് മനസ്സിലായി ഇവൻ സിംഗിളാണ്. ഓക്കെ ഓക്കെ, ഇവനക്ക് എൻ്റെ മോണർമാർക്ക് സെറ്റാക്കാം, അവൾക്ക് ഒക്കെ സെറ്റായ നല്ലതാണ്. മിയാവ് മാവ് എന്ന് കുറിച്ചായിരുന്നു. ഷുഗർ പൂച്ചയുടെ അടുത്തോട് വരായിരുന്നു. എല്ലാവരും നോക്കിയായിരുന്നു. ഷുഗറിൻ്റെ കയ്യിൽ ക്യാറ്റ് ഇടാൻ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നു, മച്ചി എന്താ? ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഷുഗർ ഇങ്ങനെ അകത്ത് വന്ന് ഷുഗർ സംസാരിക്കായിരുന്നു. ഷുഗർ കയ്യിൽ ഒരു ക്യാറ്റിനാണ്. ഷുഗറുടെ കേട്ടായിരുന്നു. സാർ എൻ്റെ അടുത്ത് ക്യാറ്റ് ഇല്ല, ഇതെൻ്റെ കൈക്ക് വന്നതാ. അതിൻ്റെ കൗത്തിലൊരു ഇതുണ്ടായിരുന്നു, പേര് മിയാവെന്ന്. ഹീറോയെ നോക്കൂ, ഷോക്കരുത്. മച്ചി, ഇത് നിൻ്റെ ക്യാറ്റ് മതി ഉണ്ടല്ലേ എന്ന് ഹീറോയുടെ ഫ്രണ്ട് പറയുന്നത്. ഹീറോയെ നോക്കിയിട്ടില്ല. അങ്ങനെ ഹീറോയോട് നിന്ന് സംസാരിക്കും. ഹീറോയിൻ്റെ ഫ്രണ്ട് റോസ് നോക്കായിരുന്നു. മച്ചി എന്തടി മിയ പറഞ്ഞു, എന്ത് പറ്റി? മച്ചി, നിൻ്റെ ക്യാറ്റ് മതിയല്ലേ ഷുഗറിൻ്റെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞു. ഷുഗറിൻ്റെ ഹീറോയെ വിഷയത്ത് നോക്കി താഴെ നോക്കുമ്പോൾ കയ്യിലൊരു പൂച്ചുള്ളത് വേറെ അറിയില്ലായിരുന്നു ഹീറോയ്ക്ക്. ഷുഗർ വരുന്നതിന് വിഷയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുന്നു ഹീറോയ്ക്ക് ഷോക്കായി. എൻ്റെ പൂച്ച ഷുഗറിൻ്റെ കയ്യിൽ എങ്ങനെയുണ്ട് നോക്കൂ, ഷോക്കായത്. അതെ മച്ചി, ഇതെൻ്റെ മിയാവുടി എന്ന് പറയുന്നു. ഇത് ആരെ പൂച്ചാന്ന് ഷുഗർ കേട്ടായിരുന്നു. ഹീറോ എണിച്ച് തിന്നായിരുന്നു. ആ ഷുഗർക്ക് മനസ്സിലായില്ല അതിന്. ഹീറോയിൻസ് എന്താണ് ആരും പൂച്ചത് എങ്ങനെ പറയാമെന്നും ഹീറോയിന് വീട് പാടിയായിരുന്നു. അപ്പോൾ ഷുഗർ ക്യൂട്ടായിട്ടുണ്ട്, നീ സ്വീറ്റ് ആയിട്ടുണ്ട്. ഷുഗർ പിടിച്ച് കൊഞ്ചായിരുന്നു. ഹീറോയ്ക്ക് കണ്ണെത്തി കിസ് അടിച്ച മാറിയായിരുന്നു. ഷുഗർ ഇങ്ങനെ ഇറങ്ങിയതെല്ലാം പോയായിരുന്നു. എല്ലാം കഴിഞ്ഞായിരുന്നു. ഷുഗർ പറഞ്ഞു, ഇതിൻ്റെ ഓണർ ആരാ കാട്ടെന്ന്. ഷുഗർ ഒരു 10 വീടിലുണ്ടായിരുന്നു. ഷുഗർ അങ്ങനെ പൂച്ച എന്തായാലും ഇതിൻ്റെ ഓണർ ആരാ കാട്ടെന്ന് പറഞ്ഞായിരുന്നു. ഷുഗർക്ക് ശരി ശരി, നീ എൻ്റെ പുറകിൽ വന്ന് ഷുഗർക്ക് മനസ്സിലായില്ല. ഷുഗറുടെ സംസാരിക്കായിരുന്നു പൂച്ച. ഷുഗർ ആരാ സംസാരിക്കാൻ ഷുഗർ നോക്കായിരുന്നു. ഷുഗറുടെ പറയുന്നത്, പൂച്ച നിനക്ക് ഞാൻ സംസാരിക്കാൻ മനസ്സിലാവും, അതുമാത്രമല്ല ഞാൻ പറഞ്ഞു കേട്ടോ, എൻ്റെ ഓണറമ്മ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. ഷുഗർ പറയായിരുന്നു. ശരി ഓ ഓണർ ഷുഗർ നോക്കായിരുന്നു. അങ്ങനെ പുറകിൽ വന്നായിരുന്നു. താഴെ വാ, എൻ്റെ കൂടെ വാന്ന് പൂച്ചായിരുന്നു. ഷുഗർ പുറകിൽ പോയിരുന്നു. അങ്ങനെ ഹീറോയുടെ നേരിട്ടുണ്ടായിരുന്നു. എന്തടി എൻ്റെ മിയാവ് പോയിടോ എന്ന് ഷാഡായിരുന്നു. ഹീറോയുടെ അടുത്ത് വന്നു. ഷുഗർ നോക്കുക, ഹീറോയിനെ നോക്കിയായിരുന്നു. മിയാവ് എപ്പോൾ എവിടേക്കാ പോയതെന്ന് ഹീറോയെ പിടിച്ച് കൊഞ്ചു തുടങ്ങിയായിരുന്നു. ഷുഗർ നോക്കിയ ഹീറോയിനെ സ്കിമി പറയാം. ഷുഗർ തീർന്നു നോക്കുക, ഷുഗറെ നോക്കിയായിരുന്നു. ഷുഗർക്ക് ഒരു ഫീലിംഗ് വരായിരുന്നു. ഹായ് ഡാൻസർ, ഇതെൻ്റെ ക്യാറ്റാണെന്ന് പറഞ്ഞത്. ഓ നിങ്ങളതാണോ? എന്നാൽ പേരെന്നാ? മിയ. ഓ മിയ ആണോ? ഇങ്ങനെ രണ്ടുപേരും കുറച്ച് ഫ്രണ്ട്സ് മതിയായി. ഡേയ്സ് പോകാൻ തുടങ്ങിയാണ്. ഹീറോയി കോളേജൊക്കെ വരാം. എന്നാൽ മിയ വേണം എന്ന് ഷുഗറിനെ കണ്ടപ്പോൾ ഷുഗറിൻ്റെ പുറകിൽ പോവാ, ഷുഗറിൻ്റെ വീട്ടിലേക്ക് പോവാ, അങ്ങനെ ഇതാക്കായിരുന്നു. ഷുഗർ വഴിയിട്ട് ഷുഗറിൻ്റെ പുറകിലേ പോവായിരുന്നു. മിയാവ് പറഞ്ഞു ഷുഗർ ചിലപ്പോൾ വെളിയിൽ വന്ന് ഷുഗർക്ക് ബോറടിക്കുമ്പോൾ ഷുഗർ വിളിച്ചുകൊണ്ട് പോവുക. ഷുഗർ പിന്നെ അതേ പ്ലേസിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. ഷുഗർ കൂടെ സംസാരിക്കാം. മിയ പറയാൻ തുടങ്ങി, എനിക്ക് ഈ വേൾഡ് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിനക്ക് എങ്ങനെ മിയാവ് സംസാരിക്കാൻ പറ്റുമെന്ന് മിയയോട് കേൾക്കുകയാണ് ഷുഗർ.
അതാ അത് ആരോട് പറഞ്ഞ ഞാൻ മാത്രം സംസാരിക്കുക പൂച്ചവൻ്റെ തലവൻ അതുപോലത്തുള്ള കിങ് എന്ന് പറഞ്ഞു. ഷുഗർ പറയുന്നത് കേട്ട് ഷാക്കായി. എന്ത് പൂച്ചേൻ്റെതാ? അതെ, എനിക്കെല്ലാം സംസാരിക്കുന്നത് മനസ്സിലാവും. അതുമാത്രമല്ല ഒരു ഇത് പവർ കൊടുക്കാൻ പറ്റുമോ, എനിക്കെല്ലാം മനസ്സിലാവാൻ പറ്റുമോ. അതുമാത്രമല്ല ഞാനിവരെ കൂടെ ഉണ്ടാവും. അതുമാത്രമല്ല എനിക്ക് അതായിട്ട് ഞാൻ എൻ്റെ ഓണറെ തേടി വന്നതാ എന്ന് പറഞ്ഞ്. ഓണറാ? ആരാ? ഇല്ല, അതെ, ഒരു ഒരു ഫാൻറ്റാസ്റ്റിക് സ്റ്റോറി ഉണ്ട് തന്നെ. ഇവർ ഓണർ തേടി. എൻ്റെ ഓണർ പറഞ്ഞു പൂച്ചമാരെ കുറച്ച് നാൾ ജീവിച്ചിട്ട് നോക്കാൻ വന്നതാ. ഇനി ഞാൻ പറഞ്ഞത് പൂച്ച എന്നെ മതി കുറേ ഇവിടെ ഉണ്ടല്ലേ, അതിനോട് ആരിപ്പോൾ നല്ല മനുഷ്യൻ പറയും. അവർ നോക്കാൻ വന്നതാ. ഞാൻ സംസാരിക്കുന്ന ആനിമൽസ് സംസാരിക്കുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്ക് പവർ കൊടുക്കാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞു. ഷുഗർക്ക് ഷാക്കായിരുന്നു. ഓ അങ്ങനെയാണോ എന്ന് മിയാവോനോട് പറഞ്ഞത്. മിയാവ് ഷുഗർക്ക് ഹീറോയിനെ കുറിച്ച് ഷുഗറിനോട് പറയായിരുന്നു. ഷുഗർക്ക് ഹീറോയിൻ ഒരു ദിവസം ഹീറോയ്ക്ക് നടന്നു പോയതായിരുന്നു. ഹീറോയുടെ വീട് നോക്കി ഷോക്കായിരുന്നു. മിയ, എന്താ മമ്മി, ഇനി നിനക്ക് മാരേജാ? ഷുഗർ പറഞ്ഞായിരുന്നു. ഹീറോയിൻ വീട് സാഡായിരുന്നു. ഞാൻ മാരേജിലേക്ക് പോകുന്ന എനിക്കൊരു പെണ്ണ് ഇഷ്ടമാണ്, ഞാൻ റിവീൽ ചെയ്യാൻ പോകുന്നത് എൻ്റെ മാരേജ് വീഡിയോ അത് പറഞ്ഞായിരുന്നു. ഷുഗർക്ക് മാരേജ് വന്ന് ഹീറോയിൻ സാഡായിരുന്നു. ഹീറോയ്ക്ക് വെഡ്ഡിങ് ഡ്രസ്സ് എനിക്ക് കൊടുക്കായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായി. കണ്ണിൽ തുണിയിട്ട് ഫുൾ മേക്കപ്പ് ചെയ്ത് വെഡ്ഡിങ് ഡ്രസ്സ് മാറി. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. കണ്ണിൽ തുണി കെട്ടിയായിരുന്നു. ഹീറോയിൻ റെഡി ആയിട്ട് വന്നു. മേക്കപ്പ് ഫുൾ ഡ്രസ്സ് ഇട്ട്. ഇതെന്തോ ഒരു വെയിറ്റ് വരുന്നുണ്ടോ? ഒന്നുമില്ല മിയ, ഇങ്ങനെ വാ, കണ്ണ് തുറന്ന്. ഹീറോയിൻ മിയാൻ്റെ ഡേറ്റ് വിളിച്ചോട് കണ്ണ് തുറന്നാണ്. മമ്മി ഇത് എന്താ ഡ്രസ്സിൽ? മിയ നോക്കി ഷോക്കായി. ഇതേതാ പ്ലേസ്? മിയക്ക് ഷോക്കായ ഡ്രസ്സ്. ഇതെന്താ വെഡിങ് പോലെയുണ്ട്, വാ മിയ എന്ന് പറഞ്ഞു. മിയക്ക് ഒന്നും മനസ്സിലായില്ല. വേർഡ് നോക്കി മിയക്ക് ഷോക്കായിരുന്നു. എനിക്ക് മാരേജ് മമ്മി. ഓ ആശുപത്രി അത് മിയ പറയാറ്. ഇല്ലടി വേർഡ് നോക്കി ഷുഗാൻ്റെ ഫോട്ടോ. ഇത് ഷുഗറിനെ കണ്ട് ഷോക്കായിരുന്നു. മിനുങ്കി വാ എന്ന് ഷുഗറിൻ്റെ കയ്യിൽ കൊടുത്തായിരുന്നു. അങ്ങനെ രണ്ടുപേർക്കും മാരേജ് ആയിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഷുഗർ കൂടെ ഡേയ്സ് ബോധമാണ്. ഹീറോയ്ക്ക് കുട്ടികൾ ജനിച്ചായിരുന്നു. മിയക്ക് കുട്ടികൾ ജനിച്ചു. 4 കുട്ടികളാണ്. 2 ഗേൾ ബേബി 2 ബോയ് ബേബി, ട്വിൻസാണ്. മിയാവുക്കും കുട്ടികളുണ്ട്. മിയാവ് പറഞ്ഞ ഒരു ബോയാണ്. അങ്ങനെ മിയാവ് പറഞ്ഞ അതിൻ്റെ വൈഫിനെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റിലായിരുന്നു. അങ്ങനെ ഹീറോയി കൂടെ